ഇപ്പോൾ നമ്മുടെ പേരക്കട ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പം മേൽപ്പാലം അത് എത്രയോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അത് നടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചില പേഴ്സണൽ കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് പരിഭവം വരിക, വീട് കിട്ടിയില്ല അല്ലെങ്കിൽ മെയിൻ്റനൻസ് സമയത്ത് കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ നമ്മൾ പരിഹരിക്കുക. തീർച്ചയായും തുടരും. കാരണം ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഓരോ ഇടറോഡുകളായാലും ഓരോ ഇടവഴികളായാലും ഓരോ വീട്ടിലായാലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു MLA ഉണ്ടാകുമെന്ന് സംശയമാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളൊക്കെ വലിയ തിരക്കിലാണ്, വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. അവർ സജീവമായിട്ട് പര്യടന രംഗത്തുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിനൊപ്പമാണ്. വോട്ടർമാരെയൊക്കെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് അദ്ദേഹം. ഈ പര്യടനത്തിനിടെ, അതായത് വോട്ടർമാരെ കാണുന്നതിനിടയിൽ ഒരുപാട് ആവശ്യങ്ങൾ അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പമുള്ള പ്രവർത്തകരും വളരെ ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. എലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണെന്നുള്ളത്. ബട്ട് പിണറായി ഈസ് ഗുഡ്, ബട്ട് VD സതീശൻ ഈസ് ഓൾസോ ഗുഡ്. നമ്മളിപ്പോ നിൽക്കുന്നത് പേരൂർക്കട ഭാഗത്താണ്. ഇവിടെ ഈ പേരൂർക്കട ഭാഗത്ത് ഈ വികസനങ്ങൾ നിങ്ങൾക്ക് കാണാം. അതല്ല, മഹാരാജ് സ്റ്റുഡിയോ എല്ലാം എടുത്തിരിക്കുന്ന ആരാണ്? ഇവിടെ ഹൈവേ വരുമെന്ന് പറഞ്ഞു മിസ്റ്റർ VK പ്രശാന്ത്, അഡ്വക്കേറ്റ് VK പ്രശാന്ത്. എന്ത് ചെയ്തില്ല. മുരളീധരൻ വരുന്നു, പിന്നെ BJPക്ക് വേണ്ടി ശ്രീലേഖ വരുന്നു. ആര് വന്നാലും വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ് ദാറ്റ് ഡെവലപ്മെന്റ് ഷുഡ് കം ഫോർ ദ പബ്ലിക്, ഫോർ ദ സിറ്റിസൺസ്. ആര് വന്നാലും. ബട്ട് എന്റെ ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പിണറായി തന്നെ വരും എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഭരണം തുടരും. തീർച്ചയായും തുടരും. കാരണം ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഓരോ ഇടറോഡുകളായാലും ഓരോ ഇടവഴികളായാലും ഓരോ വീട്ടിലായാലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു MLA ഉണ്ടാകുമെന്ന് സംശയമാണ്. അപ്പം അനുഭവസ്ഥരായിട്ടുള്ളവർ പറയാണ്, നമ്മളിപ്പോ വിളിക്കുകയാണെങ്കിൽ ഒരു കോളിലോ 2 കാളിലോ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, എന്താണ് പ്രശ്നം അഥവാ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിച്ച് എന്തിനാണ് വിളിച്ചതെന്ന് അന്വേഷിക്കുന്ന അത്തരം ഒരു MLA കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്ന് പറയുന്നത്. അത് അഭിമാനപൂർവ്വം തന്നെയാണ് വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ പറയുന്നത്. അത്തരത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളെ പ്രശാന്തിന് അറിയാമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട MLAക്ക് ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഓരോ വീട്ടിലെയും അംഗങ്ങളെ, കൊച്ചു കുട്ടികളെ വരെ അറിയാമെന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അത് അദ്ദേഹത്തിന്റെ ജനകീയത തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇനി ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചാലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, ജനങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ പതിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി, ഒരു മികവ്, വികസനം ഏതൊക്കെ രീതിയിൽ നടപ്പാക്കണം, ഏതൊക്കെ വിധത്തിൽ ഇടപെട്ടാലാണ് ഒരു റോഡ് ശരിയാവുക, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് ആയാലും ശരി. നമ്മുടെ ഈ മണ്ഡലത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളും എടുത്തൊന്ന് നോക്കിയാൽ നിങ്ങൾ പോകുമ്പോൾ പരിശോധിച്ചാൽ അറിയാം ആ ബസ് സ്റ്റാൻഡിന്റെ വികസനം എങ്ങനെയാണ്. വെറും ഒരു ബസ് സ്റ്റോപ്പ് എന്നതിലുപരി അവിടെ ഹൈടെക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഫൈ ഉൾപ്പെടെ ഉള്ളത് കൊടുത്തിട്ടുള്ള, അതിന് ഏതൊക്കെ വിധേന ആ പ്രദേശത്തെ നമുക്ക് റെഡിയാക്കാൻ സാധിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു MLA ആയിരുന്നു. 6 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് തന്നെ ആദ്യം 1 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൈ സ്പർശമേക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായും പെരുകട ജംഗ്ഷൻ അല്ലേ? ഇവിടെ വെയില, അപ്പൊ അങ്ങോട്ട് പോയിട്ട് ബൈറ്റ് എടുക്കാം.
വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാർ മണ്ഡലം, വാശിയേറിയ, ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ ഒരു വട്ടിയൂർക്കാവ് മണ്ഡലം. LDF വേണ്ടി VK പ്രശാന്തും അതുപോലെ തന്നെ UDF വേണ്ടി K മുരളീധരനും BJPക്ക് വേണ്ടി R ശ്രീലേഖയും ഇറങ്ങുന്ന മണ്ഡലമാണ്. വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ആര് വാഴും ആര് വീഴും എന്നത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമ്മളോട് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് ചേരുന്നുണ്ട്. വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്, ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അതിൽ എത്രത്തോളം തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. VK പ്രശാന്തിന്റെ പ്രതികരണത്തിനും ഒന്നുകൂടി, അതായത് ഈ ജനങ്ങള് സ്ഥാനാർത്ഥികളെ കാണുന്നത് അവർ ആവശ്യങ്ങൾ നിറവേറണം, അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ പര്യടനത്തിന് ഇറങ്ങിയപ്പോൾ കൂടുതൽ എന്ത് ആവശ്യങ്ങളാണ് പുതുതായിട്ട് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അല്ല, ഇപ്പോ ആവശ്യങ്ങൾ എന്ന നിലയ്ക്ക് അവരും മിക്കവാറും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. വീട് കിട്ടണമെന്നോ അല്ലെങ്കിൽ ധനസഹായം കിട്ടണമെന്നോ പൊതു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പേരക്കട ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പൊ മേൽപ്പാലം, അത് എത്രയോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ അത് നടക്കുകയാണ്. അപ്പൊ അതിലൊക്കെ ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചില പേഴ്സണൽ കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് പരിഭവം വരിക, വീട് കിട്ടിയില്ല അല്ലെങ്കിൽ മെയിൻ്റനൻസ് സമയത്ത് കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ നമ്മൾ പരിഹരിക്കുക. ഇപ്പൊ ഗവൺമെന്റ് കേരളത്തിലാണ് 30% ബഡ്ജറ്റ് പണം എടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ആ പണം വെച്ചുകൊണ്ട് ആളുകൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൗൺസിലർ കൂടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആ കാര്യങ്ങളിൽ ഇടപെടും. അപ്പൊ അത്തരം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കോർപ്പറേഷൻ വഴിയായിരിക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക. ബാക്കി ജനറൽ ആയിട്ടുള്ള പരാതികൾ അങ്ങനെ ഉയർന്നു വരുന്നില്ല. കാരണം സമയാസമയം ഇടപെടുകയാണ്. ഇപ്പൊ സ്കൂളുകളിൽ, ഇപ്പൊ നമ്മുടെ പേരക്കട ജംഗ്ഷനിൽ മാത്രം പരിശോധിച്ചാൽ ഇവിടെ മേൽപ്പാലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കൊടപ്പനക്കുന്ന് എന്ത് സ്കൂൾ, നമ്മുടെ നടരാജപിള്ള മെമ്മോറിയൽ സ്കൂള്, ആ സ്കൂളിൽ പുതിയ കെട്ടിടം, കവാടം, ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, തൊട്ടപ്പുറത്ത് KSRTCക്ക് 5 കോടി രൂപ, തൊട്ടപ്പുറത്ത് പേരക്കട ഗേൾസിന് 3 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. അതിന്റെ ഇപ്പുറത്തെ LPS 4 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. ഇങ്ങനെ ഓരോരോ പ്രദേശങ്ങൾ എണ്ണി പറയാം. ഇനി ഈ പേരക്കട ജംഗ്ഷനിൽ തന്നെ പൈപ്പ് ലൈൻ റോഡ് ഇപ്പൊ ഇന്റർലോക്ക് ചെയ്തു, സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കി. പേരക്കട മണ്ണന്തല റോഡ് BMPC ചെയ്തു, പേരക്കട കൊടപ്പനക്കുന്ന് റോഡ് BMPC ചെയ്തു. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും എണ്ണി പറയാൻ പറ്റുന്ന വികസന പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പരാതികളില്ല. പുതിയ പ്രോജക്റ്റുകൾ വരികയാണ്. അപ്പോൾ അതാത് സമയത്ത് ജനങ്ങൾ പറയുന്ന ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇടപെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പര്യടനത്തിനിടെ ഉയരുന്ന ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അത് നോട്ട് ചെയ്ത് പോകുന്നു. അതിപ്പോ ഞാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ വൈകുന്നേരം ഡയറി നോട്ട് ചെയ്യും, അത് ചെയ്യും, പരിഹരിക്കും. അതെ, ശരി. മലയാളി വാർത്ത യൂട്യൂബാണ്. വട്ടിയൂർക്കാവ് LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ പ്രവർത്തകർക്ക് എത്രത്തോളം ആവേശമുണ്ട്, അവർ എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് എന്ന് നമുക്ക് നോക്കാം. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയിലാണ്. സാറ് തന്നെ ജയിച്ചു വരും. ഞങ്ങൾക്ക് വീണ്ടും MLA ആയിട്ട് അദ്ദേഹം വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്.
ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് ഇപ്പോ ഈ പര്യടനം തുടങ്ങിയ ശേഷം? ഞങ്ങളെ ബ്രോ തന്നെയാണ്, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ മറ്റ് ഘടകങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്, ഞങ്ങൾ പുറകിലോട്ടില്ല. വിവാദങ്ങൾ ബാധിക്കുമോ ഈ ഇലക്ഷനെ? ഒരിക്കലുമില്ല. കാരണം അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അവർ പറയുന്നത്, മറ്റേത് പറയുന്നത് പോലെ എന്ത് വികസനം ചെയ്തു എന്ന് ചോദിക്കണ്ട. ഞങ്ങൾ പറയുന്നത് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നതേ പറയൂ, അത്രേ ഉള്ളൂ. വട്ടിയൂർക്കാവ് ഇപ്രാവശ്യം LDF തന്നെ തുടരും. LDF തന്നെ തുടരും, ഉറപ്പാണ്. ഉറപ്പാണ്. ഞങ്ങളെ ഡ്രൈവർമാർക്കെല്ലാം വേണ്ടി നല്ല രീതിയിൽ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകുന്ന വിശ്വാസം. ഈ പറയും പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വികാരമില്ല, വിരുദ്ധ വികാരമൊന്നുമില്ല. നമുക്ക് ഭരണ വികാരമുള്ള മനസ്സിലാക്കും. വരും, LDF തന്നെ വരും. പ്രശാന്ത് ജയിക്കൂടെ ഓട്ടത്തൊഴിലാളികളുടെ ഒരുപാട് ക്ഷേമ പ്രവർത്തനം ഇപ്പൊ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമൂഹം മൊത്തം LDF-നൊപ്പം തന്നെ ഉണ്ടാവും. അങ്ങോട്ട് പോയി തടയില്ല. ഫ്രണ്ടിൽ പോ. 9645763862. ഒരു സാറ് പറഞ്ഞില്ല സാറ്, ഒരു സാറിന്റെ പറഞ്ഞു വരുമോ?